ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എൻ്റെ മൂന്നാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മൂന്നാമത്തെ സ്റ്റോറിയാണ്. നമ്മൾ എറണാകുളത്തെ കഥയാണ് നേരത്തെ കേട്ടത്. അപ്പോൾ എറണാകുളത്ത് നിന്ന് മതിയാക്കി നാട്ടിലേക്ക് വന്നു. നാട്ടിലേക്ക് വന്നപ്പം നാട്ടിൻപുറത്ത് ആരും വലിയ കമ്മലിടുന്നത്, നെക്ലേസ് ഇടുന്നത് അങ്ങനത്തെ ഒന്നുമില്ല. അങ്ങനെ ബിസിനസ്സൊന്നും സ്റ്റാർട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഒരു ബിസിനസ്സിന് 2 കൊല്ലത്തേക്ക് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും വലിയ കമ്മലൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോൾ ഇങ്ങനെ റീൽസൊക്കെ നോക്കി ഇങ്ങനെ ഓരോന്ന് യൂട്യൂബൊക്കെ നോക്കി ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ചാനൽ ഇങ്ങനെ കിട്ടി. നൈറ്റി തുണി വിൽക്കുന്ന ഒരു ഇതാണ് കിട്ടിയത്. അപ്പോൾ ആ സമയത്ത് എനിക്കൊന്നും അറിയില്ല. നൈറ്റീനെ ഇത് തുണീനെ ഇപ്പോൾ ഹോൾസെയിൽ ഉണ്ട്, അത് എടുക്കാതില്ല. നമ്മൾ ടൗണിൽ തന്നെ ഹോൾസെയിൽ കട ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അത് കണ്ടു, അതിൽ നിന്ന് എടുത്തു. അതിൽ നിന്ന് എടുത്തപ്പോഴാണ് അതിൽ നിന്ന് എടുത്തിട്ട് 10 നൈറ്റി തുണിയായിരുന്നു ഫസ്റ്റ് ഞാൻ എടുത്തത്. 10 നൈറ്റി തുണി അവർ 10 പീസ് എടുക്കണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായത്. 10 പീസ് എടുത്തു. 10 20 രൂപയോ കൂട്ടി ഇട്ടിട്ടായിരുന്നു ഞാൻ വിറ്റുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ ഒരു ഇത് പറ്റിയെന്ന് വെച്ചാൽ ഷിപ്പിംഗ് ചാർജ് ഇടണം എന്നുള്ള ഒരു തലക്കത്ര പോയിട്ടുണ്ടായിരുന്നില്ല. നമ്മളിങ്ങനെ നൈറ്റി തുണി വന്നു, ആ 10 20 കൂട്ടിയിട്ട് വിറ്റു. അല്ലാതെ എല്ലാം പോയി കേട്ടോ, എല്ലാ തുണിയും ചിലവായി. അടുത്തുള്ളവരൊക്കെ ഒന്ന് എടുത്തു. പക്ഷേ ഷിപ്പിംഗ് ചാർജ് കൂട്ടണം എന്നുള്ളത് എനിക്ക് ഇപ്പോൾ തലക്ക്, കാരണം ഫസ്റ്റ് ആയതുകൊണ്ട്. കാരണം നേരത്തെ ഞാൻ മീഷോയുടെ ഒരു എൻ്റെ ഫസ്റ്റ് സ്റ്റോറിയിൽ അതുണ്ട്. മീഷോയിൽ തുടങ്ങിയത് സെക്കൻഡ് സ്റ്റോറിയിലുണ്ടായിരുന്നു. പിന്നെ ജ്വല്ലറി മേക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ തുണിയുടെ ആദ്യമായിട്ട് അതുകൊണ്ട് അതിനെ പറ്റി ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ജ്വല്ലറി പോലെ അല്ലല്ലോ ഡ്രസ്സിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക്. അങ്ങനെ അതായിരുന്നു എൻ്റെ തുണി എടുത്തിട്ടുള്ള ഒരു ഫസ്റ്റ് ബിസിനസ് എന്ന് പറയുന്ന ഇതായിരുന്നു. അങ്ങനെ ആ നൈറ്റി തുണി എടുത്തിട്ട് പിന്നെ അവിടെ അത് കുറച്ച് നാൾ ആദ്യം സ്റ്റോപ്പായി. കാരണം നൈറ്റി തുണി എടുത്ത് വിൽക്കാൻ തുടങ്ങിയപ്പോൾ 1-2 പേര് ഇങ്ങനെ പറഞ്ഞു അത് റേറ്റ് കുറച്ച് അധികമെന്നോ, അല്ലെങ്കിൽ ചിലർ പറഞ്ഞു കളറ് പോകുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയുമ്പോൾ പിന്നെ നൈറ്റി തുണി എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ പിന്നെ അത് കുറച്ചൊരു 3 മാസമൊക്കെ ഞാൻ ഇങ്ങനെ സ്റ്റോപ്പാക്കി. കാരണം ഇതങ്ങനെ ഇറങ്ങി തിരിച്ചതല്ല, ഒരു ജസ്റ്റ് ഒന്ന് എടുക്കണം എന്നിങ്ങനെ തോന്നി, അങ്ങനെ എടുത്തു, അത്രയേ ഉള്ളൂ. അതവിടെ പിന്നെ സ്റ്റോപ്പായി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഞാൻ സോഷ്യൽ മീഡിയ നോക്കി വന്നപ്പോഴാണ് ട്രെൻഡ്സിൻ്റെത് പിന്നെ ഒരുപാട് സ്ഥലത്ത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഓൺലൈനായിട്ട് കിട്ടുന്ന ഇങ്ങനെ കണ്ടു കുറഞ്ഞ റേറ്റിന്. ഇപ്പോൾ 1000-ൻ്റെ ഒക്കെ എനിക്ക് ഒരുപാട് കുറഞ്ഞിട്ട് കിട്ടും. 500-ൽ താഴേക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 500-600 രൂപക്കൊക്കെ വിൽക്കാൻ പറ്റുന്ന. അപ്പോൾ ട്രെൻഡ്സിൽ ഒരു ഡ്രസ്സ് 1000-ന് എടുത്താൽ എൻ്റെ കയ്യിൽ നിന്ന് അതിലും കുറഞ്ഞിട്ട് ആൾക്കാർക്ക്, അതും കമ്പനി ഐറ്റംസായി. അപ്പോൾ അത് അങ്ങനെ പിന്നെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ എടുത്ത് അത് അപ്പോൾ കമ്പനി ഐറ്റംസ് ആകുമ്പോൾ ആൾക്കാരിൽ കൂടുതൽ എത്തിക്കാൻ അങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇവിടെ കാഞ്ഞങ്ങാട് ഇവിടെ അടുത്ത ട്രെൻഡ്സിൽ ഇങ്ങനെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓഫർ. ട്രെൻഡ്സിൻ്റെ ഐറ്റംസാണ് കോയമ്പത്തൂർ അങ്ങനെ ദൂരത്തുനിന്ന് ഇങ്ങനെ ഇതിൽ റീൽസ് കണ്ടിട്ട് അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ബാംഗ്ലൂർ ചിക്ക്പേട്ട അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ ട്രെൻഡ്സിൻ്റെ അതേ ഡ്രസ്സ് കിട്ടും, കുറഞ്ഞ ഇത് ഹോൾസെയിലായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കാഞ്ഞങ്ങാടുള്ള ട്രെൻഡ്സിൽ ഓഫർ ഉണ്ടോ എന്ന് വിളിച്ച് ചോദിച്ചപ്പോൾ ഇടയ്ക്ക് ഒരു മാസം കൂടുമ്പോഴേക്കൊക്കെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർ ഒരു തവണ ഓഫറില്ല, എപ്പോഴില്ല എന്ന് ഒരു തവണ വിളിച്ചപ്പം 10,000 രൂപയ്ക്ക് എടുക്കണം എന്ന് പറഞ്ഞു. 10,000 രൂപയ്ക്ക് എടുത്താൽ ഓഫർ നമുക്ക് നല്ല ഇതായിട്ട്. ഒരു തവണ ഉണ്ടായിരുന്നല്ലോ, പിന്നെ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. തുടങ്ങിയിട്ട് ഒരു 3 കൊല്ലം ആയി ഏകദേശം തുടങ്ങി. ഇതുവരെ കിട്ടിയില്ല, ഒറ്റ തവണയായിരുന്നു അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10,000 രൂപയ്ക്ക് ഒരു ഓഫർ ഉണ്ടായിരുന്നു. ആ ഒരു തവണ മാത്രമേ ആ ഓഫർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇങ്ങനെ പുറത്തുനിന്ന് എടുക്കുന്നുണ്ടായിരുന്നു കുറഞ്ഞ വിലക്ക് ട്രെൻഡ്സിൻ്റെത്. അപ്പോൾ എല്ലാവരും ട്രെൻഡ്സിൻ്റെ എന്ന് പറയുമ്പോൾ കാഞ്ഞങ്ങാട് ട്രെൻഡ്സാണ്. ഞാൻ പറഞ്ഞ കാഞ്ഞങ്ങാട് ട്രെൻഡ്സിൽ നിങ്ങളുടെ ഒന്നെടുത്താലും 10 എടുത്താലും ഇപ്പോൾ ഒന്നിന് 1000 രൂപയാണെങ്കിൽ ആ 1000 രൂപ തന്നെ 5 ഡ്രസ്സ് എടുത്തു എന്ന് ചോദിക്കും. അപ്പോൾ ഒന്നിന് 1000 ആണെങ്കിൽ 5000 രൂപ കൊടുക്കണം അവിടെ. അതിൽ കുറഞ്ഞിട്ട് അവർ തരില്ല. കാരണം ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ അവർ 5% 10% ഇട്ടിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും അത് കുറഞ്ഞ റേറ്റിന് ട്രെൻഡ്സിൽ കിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ ട്രെൻഡ്സിൽ എടുക്കുന്നതല്ല, അത് പുറത്ത് ഹോൾസെയിലായിട്ട് എടുത്തിട്ട് വിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ട്രെൻഡ്സിൻ്റെ ഡ്രസ്സ് ഞാൻ പിന്നെ എടുത്തുകൊണ്ടുണ്ടായിരുന്നു. അതുകൂടാതെ എന്താ റിലേറ്റീവ്സിൻ്റെ വീടുകളിൽ ഇങ്ങനെ ആഘോഷങ്ങൾ വരുമ്പോൾ അതിന് കൊണ്ടുപോകും. എന്താ ഇപ്പോൾ ചോറൂണ്, കുട്ടികളെ ചോറ് കൊടുക്കുന്ന ചടങ്ങ്, അല്ലെങ്കിൽ സീമന്തം, വളകാപ്പ് ഒക്കെ പറയില്ലേ, അപ്പോൾ അതിന്. അപ്പോൾ അങ്ങനെ റിലേറ്റീവ്സും ബന്ധുക്കളൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കൊണ്ടുപോകും. പിന്നെ ആൾക്കാർ വാട്സപ്പിൽ ഓർഡർ തരും. അപ്പോൾ ഓർഡർ തരുന്നതും അല്ലാത്തതും കൂടെ കൊണ്ടുപോകും. അപ്പോൾ ഓർഡർ കൊടുക്കേണ്ടവർക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇത് കാണുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ അധികം എടുക്കുകയും ചെയ്യും. പിന്നെ അത് ജസ്റ്റ് അങ്ങനെ ഒരു 3-4 പ്രാവശ്യം കഴിഞ്ഞിട്ടാണ് ലൈസൻസ് എടുത്തത്. ലൈസൻസ് എടുത്തു എന്ന് പറഞ്ഞാൽ
അത് ലൈസൻസ് എടുത്തത് മേളകൾക്ക് വേണ്ടിയിട്ടായിരുന്നു. നമുക്ക് മേളകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെക്കാൻ വേണ്ടി ആയിരുന്നു ലൈസൻസ് എടുത്തിരുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലത്ത് മേളകൾക്ക് ചെറിയ ചെറിയ ഇത് നമുക്കിപ്പോൾ പഞ്ചായത്ത് ഗ്രൂപ്പ്, മുനിസിപ്പാലിറ്റി ഗ്രൂപ്പൊക്കെ ഉണ്ട്. ഇപ്പോൾ അതിലൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ മേള ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ചെറിയ ചെറിയ മേളകൾക്കൊക്കെ ചെറുത് പോകും. കാരണം വലുത് ഇത്രയും ഞാൻ അത്ര സ്റ്റോക്ക് എടുക്കാറില്ല. ഒന്നാമത് പറഞ്ഞ ദൂരാണെങ്കിൽ ഇത്രയും നമ്മൾ പെട്രോളൊക്കെ ചിലവാക്കി പോയി വണ്ടിയിൽ പോയി വിറ്റ് അപ്പോൾ സാധനം അത്ര ചിലവാകും ഇല്ല ഒന്നും നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന നമ്മളെ ടൗൺ ഏരിയയിലൊക്കെ ആണെങ്കിൽ ചെറിയ ചെറിയ ഇത് ഡിസ്പ്ലേ വെക്കാൻ ചെറിയ ചെറിയ മേളക്കൊക്കെ ഞാൻ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ 3rd സംരംഭം. അപ്പോൾ എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ബാക്കി അടുത്തതിൽ പറയാം.